നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശാസ്തമംഗലം വാർഡിൽ നിന്ന് വിജയിച്ച മുൻ DGP കൂടിയായ ആർ ശ്രീലേഖ വീണ്ടും തെരഞ്ഞെടുപ്പ് ഗോദയിലേക്ക് എത്തുകയാണ്. വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ നിന്നും ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്നാണ് ഇതുവരെ പുറത്തുവന്ന വിവരങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. BJP സംസ്ഥാന ഉപാധ്യക്ഷ കൂടിയാണ് ആർ ശ്രീലേഖ. മേയർ സ്ഥാനം ചുണ്ടിനും കപ്പിനുമിടയിൽ നഷ്ടപ്പെട്ടുപോയ ആളായിരുന്നു ആർ ശ്രീലേഖ. പക്ഷേ രാഷ്ട്രീയപരമായി അതൊരു നല്ല തീരുമാനമായിരുന്നുവെന്ന് എല്ലാവരും പറയും. രാഷ്ട്രീയത്തിൽ വലിയ രീതിയിൽ പരിചയമില്ലാത്ത, ആ പരിചയസമ്പത്തില്ലാത്ത ആർ ശ്രീലേഖ ഒരുപക്ഷെ തിരുവനന്തപുരം മേയറായി വന്നിരുന്നുവെങ്കിൽ അത് വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായേനെ. കാരണം തിരുവനന്തപുരം നഗരസഭ നഷ്ടപ്പെട്ട ആ സെക്കൻഡ് മുതൽ രാഷ്ട്രീയപരമായി ഏതൊക്കെ രീതിയിൽ BJPയെ ഇകഴ്ത്തി കാണിക്കാമോ, അങ്ങനെ രാഷ്ട്രീയപരമായി എങ്ങനെയൊക്കെ BJPയെ നേരിടാമോ അങ്ങനെയൊക്കെ നേരിടാൻ ശ്രമിക്കുന്ന CPM-കാർ ഇവിടെയുണ്ട്. മാത്രമല്ല രാഷ്ട്രീയ തലത്തിൽ തന്നെയുള്ളവരാണ് പലപ്പോഴും നഗരസഭയുടെ പല ജോലിക്കാരും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ എത്ര നന്നായി പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചാലും രാഷ്ട്രീയപരമായ ഒരു പരിചയക്കുറവ് അതൊരു പക്ഷേ ആർ ശ്രീലേഖയ്ക്ക് വിനയായേനെ. അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് സത്യത്തിൽ ആർ ശ്രീലേഖയെ മേയറാക്കണ്ട എന്ന തീരുമാനം പാർട്ടി എടുത്തത് എന്നാണ് തോന്നുന്നത്. പക്ഷേ അവർക്ക് അർഹമായ പരിഗണന ഇപ്പോൾ നൽകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. A ക്ലാസ് മണ്ഡലമായ തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന, ഏറ്റവും കൂടുതൽ വോട്ടർമാർ ഉള്ള, ഏറ്റവും കൂടുതൽ സ്വാധീനം BJPക്കും സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കുമുള്ള A ക്ലാസ് മണ്ഡലമായ വട്ടിയൂർക്കാവ് തന്നെ ആർ ശ്രീലേഖയ്ക്കായി മാറ്റിവെക്കുമ്പോൾ അവരെ ഏറ്റവും നന്നായി പരിഗണിക്കുന്നു BJP എന്ന് തന്നെയാണ് അർത്ഥമാക്കേണ്ടത്. ഒരു സമയത്ത് വലിയ പ്രശ്നങ്ങളുണ്ട് അവർക്ക് എന്ന് വരുത്തി തീർക്കാൻ മാധ്യമങ്ങൾ ശ്രമിച്ചപ്പോഴൊക്കെ അതിനെ എതിർത്തുകൊണ്ട് ആർ ശ്രീലേഖ രംഗത്ത് വന്നിരുന്നു. ഏതായാലും ഇപ്പോൾ വട്ടിയൂർക്കാവിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ തുടക്കം കുറിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. ഏറെ സന്തോഷവതിയായി എത്തിയ അവർ ആ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുമ്പോൾ വളരെ പോസിറ്റീവായ ഒരു എനർജി അവരിൽ കാണാനും സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിന്റെ തലവര മാറ്റാൻ, വട്ടിയൂർക്കാവില് വികസനം ചർച്ചയാക്കാൻ, വട്ടിയൂർക്കാവിന്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടി BJPക്ക് ഒരു സാധ്യത കൽപ്പിക്കപ്പെടുന്ന മണ്ഡലമായ വട്ടിയൂർക്കാവിൽ അവർ MLA ആയി തെരഞ്ഞെടുക്കുന്നത് തന്നെയാണ്. വട്ടിയൂർക്കാവ് മണ്ഡലം എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രസ്റ്റീജിയസ് ആയ മണ്ഡലമാണ്. വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ K മുരളീധരൻ കച്ചകെട്ടിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി കോൺഗ്രസ് അവിടെ മത്സരിപ്പിക്കുമോ എന്നേ കണ്ടറിയേണ്ടതുള്ളൂ. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എന്നും എപ്പോഴും എന്തും സംഭവിക്കാം. K മുരളീധരൻ അങ്ങനെ വട്ടിയൂർക്കാവിലേക്ക് എത്തിയാൽ VK പ്രശാന്തിന് അതിലുമേറെ തിരിച്ചടിയും ഉണ്ടാകും. ആ മണ്ഡലം നിലനിർത്തേണ്ടത് VK പ്രശാന്തിന്റെ ആവശ്യവുമാണ്. ഇത്രയും കാലം മേയർ ബ്രോ എന്നൊക്കെ പറഞ്ഞുണ്ടാക്കിയ ചില പബ്ലിക് റിലേഷൻസിന്റെ പുറത്ത് വട്ടിയൂർക്കാവ് MLA ആയി തിരഞ്ഞെടുക്കുകയും വട്ടിയൂർക്കാവ് വളരെ പ്രധാനപ്പെട്ട മണ്ഡലമായി അല്ലെങ്കിൽ തന്റെ നെഞ്ചോട് ചേർത്ത് വെച്ച് കൊണ്ടു നടക്കുന്നുവെന്ന് പ്രതീതി ഉളവാക്കുന്ന രീതിയിൽ ചില PR വർക്കുകളും ഗിമ്മിക്കുകളും ഒക്കെയായി നടക്കുന്ന ആളാണ് VK പ്രശാന്ത്. അത് മാത്രമല്ല ശാസ്തമംഗലം കൗൺസിലറായി തിരഞ്ഞെടുത്ത ആ സമയത്ത് തന്നെ അവിടെ നിന്നും ഓഫീസ് മാറാതെ വട്ടിയൂർക്കാവിൽ ശ്രീലേഖയും VK പ്രശാന്തുമായുണ്ടായ തർക്കങ്ങളുമൊക്കെ കേരളീയ പൊതുസമൂഹം ചർച്ച ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ തന്റെ ഇരിപ്പുറപ്പിക്കേണ്ടത്, തന്റെ കസേര ഉറപ്പിക്കേണ്ടത് വട്ടിയൂർക്കാവിൽ ഇപ്പോൾ VK പ്രശാന്തിന്റെ ആവശ്യവുമാണ്. എന്നാൽ ശക്തമായ ഒരു ത്രികോണ മത്സരത്തിന്റെ സാധ്യതകൾ വട്ടിയൂർക്കാവിൽ വന്നാൽ തീർച്ചയായും ആർ ശ്രീലേഖ വിജയം ഉറപ്പിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. വട്ടിയൂർക്കാവിൽ വികസനം ചർച്ചയാക്കിയാൽ വട്ടിയൂർക്കാവിന്റെ സമഗ്ര വികസനത്തിന് വേണ്ടി ആർ ശ്രീലേഖ എന്ന മുൻ DGP കൂടിയായ ശ്രീലേഖ അവിടെ വിജയിച്ചു കയറിയാൽ തീർച്ചയായും വലിയ പ്രതീക്ഷകൾ വട്ടിയൂർക്കാവിന് ലക്ഷ്യം വെക്കാനാകും. അതുകൊണ്ട് തന്നെ വട്ടിയൂർക്കാവിന്റെ തലവര മാറ്റാൻ ശ്രീലേഖയ്ക്ക് കഴിയുമെന്ന് തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുന്നത്. വട്ടിയൂർക്കാവിൽ ശ്രീലേഖ ജയിക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. ആ സാധ്യതകൾ ഇനി പ്രയോജനപ്പെടുത്തണം എന്ന് മാത്രമേ ഉള്ളൂ. തീർച്ചയായും അങ്ങനെ പ്രയോജനപ്പെടുത്തിയാൽ ആദ്യത്തെ MLA ഒരുപക്ഷെ നേമത്ത് നേരത്തെ ഉണ്ടായി, നേമത്തേതുപോലെ തന്നെ തിരുവനന്തപുരത്ത് വീണ്ടും ഒരു MLA പദവി കാത്തിരിക്കുന്നുണ്ട് എന്ന കാര്യത്തിലും സംശയമില്ല. തിരുവനന്തപുരത്ത് തന്നെ മറ്റു പല മണ്ഡലങ്ങളിലും BJPക്ക് വിജയ സാധ്യതയുണ്ട്. നേമം അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ്. നേരത്തെയും BJPക്ക് ഒരു MLA നൽകിയ മണ്ഡലം. അവിടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെ പോരിനിറങ്ങുമ്പോൾ അവിടെയും BJPക്ക് വിജയപ്രതീക്ഷ ഏറെയാണ്.
മുൻ കേന്ദ്രമന്ത്രി കൂടിയായ വി മുരളീധരൻ കഴക്കൂട്ടത്തു നിന്നും ജനവിധി തേടുന്നുണ്ട്. വലിയ രീതിയിൽ അവിടെ പ്രവർത്തനം നടത്തിവരുന്ന, വർഷങ്ങളായി കഴക്കൂട്ടം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരാളാണ് വി മുരളീധരൻ. അങ്ങനെ നിരവധി പേർ, അങ്ങനെ നിരവധി മണ്ഡലങ്ങൾ BJPക്ക് വിജയപ്രതീക്ഷയുള്ള മണ്ഡലങ്ങളാണ്. തിരുവനന്തപുരത്ത് അത്തരം മാജിക്കുകൾ ആവർത്തിക്കാനാണ് BJP വീണ്ടും വീണ്ടും ശ്രമിക്കുന്നത്. ഏതായാലും വട്ടിയൂർക്കാവിൽ നിന്ന് R ശ്രീലേഖ തിരഞ്ഞെടുക്കപ്പെടുമെന്ന് ഏതാണ്ടൊക്കെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. വട്ടിയൂർക്കാവിന്റെ MLA ആയി R ശ്രീലേഖ മാറട്ടെ എന്ന് ഭാരത് ലൈവ് ആശംസിക്കുകയും ചെയ്യുന്നു.